രാമായണവും മഹാഭാരതവും ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കി ഒരു 7ാം ക്ലാസ്സുകാരി. കോവിഡ് കാലത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായതോടെയാണ് അമ്മ വാങ്ങി നൽകിയ പുസ്തകങ്ങളിലൂടെ വായനയുടെ ലോകത്തേക്ക് എത്തിയത്. മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ തൃശ്ശൂർക്കാരി നിരഞ്ജനയാണ് ഈ അത്ഭുതപ്പെടുത്തുന്ന കഴിവിന്റെ ഉടമ. നിരഞ്ജനയാണ് എൻ്റെ കൂടെയുള്ളത്. നിരഞ്ജന ബോംബെയിലാണ് പഠിക്കുന്നത്. പക്ഷേ മലയാളവും അറിയാം, അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. അങ്ങനെയുള്ളൊരു കുട്ടിയാണ് നിരഞ്ജന. ഹലോ. ഹായ്. നിരഞ്ജനയ്ക്ക് ഏതൊക്കെ ഇതാണ് അറിയുക, എന്തൊക്കെയാണ് മനഃപ്പാഠമായി അറിയുക? രാമായണം അറിയാം, മഹാഭാരതം അറിയാം, ഭഗവത്ഗീത ഞാനിപ്പോൾ ഹാഫിലാണ്, കുറച്ച് തന്നെ അറിയുള്ളൂ. പിന്നെ ഞങ്ങളുടെ പുരാണങ്ങളില്ലേ, ഞങ്ങളുടെ സ്കന്ദപുരാണം, അതൊക്കെ. Who was advising Bhagavad Gita to whom? Krishna was advising the Bhagavad Gita to Arjuna. You know the first shloka of Bhagavad Gita? Can you explain? Yes. Dhritarashtra, the father of the Kauravas and the king of Hastinapur at that time, Yes. was asking his charioteer Sanjay, who has Divya Drishti, Yes. to tell what transpired in the holy war between his sons and his nephews. മഹാഭാരതവും രാമായണമൊക്കെ അതിലത്തെയൊക്കെ കണ്ടന്റുകളൊക്കെ സീരിയലും സിനിമയൊക്കെ ആക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതും ഈ വായിക്കുന്നതും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്? മഹാഭാരതത്തിൽ കാണിക്കുന്നത് ദ്രൗപദി വളരെ ഫെയർ സ്കിൻഡ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ആക്ച്വൽ രാമായണത്തിൽ പറയുന്നുണ്ട്, ആക്ച്വൽ മഹാഭാരതത്തിൽ പറയണത് ദ്രൗപദി എന്ന് വെച്ചാൽ വളരെ ഡാർക്ക് സ്കിൻഡ് ആണ്. അതിൻ്റെ ആളുടെ പേര് കൃഷ്ണ ആണെന്നാണ് പറയണത്. അപ്പോൾ ഈ ആൾക്കാർ ആ ആക്ച്വൽ ക്യാരക്ടേഴ്സിന് ഡാർക്കാക്കി മാറ്റും, ഡാർക്കിൽ നിന്ന് ഫെയർ ആക്കി മാറ്റും. പിന്നെ കുറേ എഡിറ്റ്സ് ഉണ്ടാവും, പിന്നെ കുറച്ച് ന്യൂ കാര്യങ്ങളും ഉണ്ടാവും. കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പ്രത്യേകിച്ച് ഈ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് കഥകൾ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അവൾക്ക് ഇങ്ങനെ അമർചിത്ര കഥയിലൂടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് കൂടുതലും ബുക്സ് വായന ശീലമായി മാറിയതും കഥകൾ കേൾക്കാനും വായിക്കാനും ഇഷ്ടമുള്ള കാരണം കൊണ്ട് മിത്തോളജിക്കലും എപ്പിക്സൊക്കെ ഇഷ്ടമായി തുടങ്ങി. ഒരു 7ാം ക്ലാസ്സുകാരിക്ക് ഉള്ള അറിവല്ല നിരഞ്ജനയ്ക്കുള്ളത്. കാരണം നമുക്ക് ആർക്കും തന്നെ ഒരുപക്ഷെ അധികമൊന്നും ഇല്ലാത്ത അറിവുകൾ ഒരുപാടുണ്ട് നിരഞ്ജനയ്ക്ക്. ഒരുപാട് ആഗ്രഹങ്ങളുമുണ്ട്. ആ ആഗ്രഹങ്ങളിലേക്കൊക്കെ ഈ കൊച്ചുമിടുക്കിക്ക് എത്തിപ്പെടാനായി കഴിയട്ടെ. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. MS ലിഷോയ് ചേർന്നു തത്സമയം. ലിഷോയ്, ഗുഡ് മോർണിംഗ്. നമ്മളൊക്കെ ഒരു എഞ്ചുപടി പഠിക്കാൻ പെട്ട പാട് അത് ആലോചിക്കുമ്പോഴാണ് ഈ പുസ്തകങ്ങളൊക്കെ വളരെ ഭംഗിയായി ഇങ്ങനെ ഒരു കുട്ടി പഠിക്കുക എന്ന് പറയുന്നത്. ഏതായാലും ലോക റെക്കോർഡുകൾക്ക് വരെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിശേഷങ്ങൾ പറയൂ ലിഷോയ്. തീർച്ചയായും നിരഞ്ജനയ്ക്ക് ഒരു IAS ഓഫീസർ ആകണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി പുസ്തകങ്ങളൊക്കെ ഒരുപാട് വായിക്കുന്നുമുണ്ട്. അമ്മയാണ് ഇങ്ങനെ ഈ ഒരു വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. ഈ കോവിഡ് കാലത്ത് ലോക്ക്ഡൗൺ ആ സമയത്ത് തൃശ്ശൂരിൽ ഈ വീട്ടിൽ, അതായത് തൃശ്ശൂരിലെ വീട്ടിൽ നിരഞ്ജന വന്നിരുന്നു. ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് തിരികെ പോകാനൊന്നും കഴിഞ്ഞില്ല. ആ സമയത്ത് അപ്പോൾ ഇവിടെ ആരും ഫ്രണ്ട്സൊന്നുമില്ല, ആകെ ബുക്സ് മാത്രമാണ് ഈ കൂട്ടായി ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഇതൊക്കെ തന്നെ രാമായണവും മഹാഭാരതവും ഒക്കെ തന്നെ പഠിക്കാനായി ആരംഭിച്ചത്. എന്തായാലും നമ്മളൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അതായത് ഈ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ വായിക്കുക എന്ന് മാത്രമല്ല, അതൊക്കെ മനഃപ്പാഠമാക്കി വയ്ക്കുക, ഓരോ ഭാഗങ്ങളും കൃത്യമായി വിവരിക്കാൻ, അത് കാണാതെ തന്നെ വിവരിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും ആ കൊച്ചുമിടുക്കി എല്ലാവരുടെയും കയ്യടി നേടുകയാണ്.